ഹായ്, നിങ്ങളുടെ മൊബൈലിൽ ഈ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, അത് ഓഫായി കിടക്കുകയാണെങ്കിൽ പല ഫേക്ക് ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ഫോണിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അത് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരുന്ന രണ്ട് സെറ്റിംഗ്സ് ഉണ്ട്. വളരെ ശ്രദ്ധിക്കുക. രണ്ട് സെറ്റിംഗ്സും നിങ്ങൾ നിർബന്ധപൂർവ്വം ഒന്ന് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണെങ്കിൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യേണ്ടതാണെങ്കിൽ ഓൺ ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. മാത്രമല്ല, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യലുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ചിലപ്പോൾ വൈറസുകൾ, കാര്യങ്ങൾ, അതിന്റെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസിന്റെ കൂടെ പല മാൾവെയറുകൾ, കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഈ പ്ലേ സ്റ്റോർ വഴിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അതിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് സെറ്റിംഗ്സിൽ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലെ പ്രൊഫൈലേക്കാണ് കാണുന്നില്ലേ പ്ലേ സ്റ്റോറിൽ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെറ്റിംഗ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഒരു സെറ്റിംഗ്സ് പറയാം, രണ്ടാമത് ഞാൻ പറഞ്ഞ രണ്ടും സൂപ്പർ സെറ്റിംഗ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും അത് നിങ്ങൾ ചെയ്തു വെക്കണം. ഇവിടെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഓവർവ്യൂ കാണുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് തന്നെ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ മാറിപ്പോകരുത്, മാനേജും ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്. നമുക്ക് വേണ്ടത് മാനേജ് എന്ന് പറയുന്ന കാര്യമാണ്. ആ മാനേജ് ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇത് മുഴുവനുള്ളത്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതാണ്, മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ഇവിടെ ദിസ് ഡിവൈസ് കാണിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ഏരോ കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ചൂസ് ഡിവൈസ് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ 3 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ആ 3 ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്ന നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നോട്ട് ഇൻസ്റ്റാൾഡ്, അവിടെ നമ്മൾ ഇന്ന് ക്ലിക്ക് ചെയ്യാം. ആ നോട്ട് ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഇപ്പോൾ നോട്ട് ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, അല്ലേ? നിരവധി ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. ഇത് മുഴുവൻ നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ എപ്പോഴാണോ ഫോൺ വാങ്ങി ആ സമയത്ത് മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്ത പല കാര്യങ്ങളായിരിക്കും. അതിന്റെ കൂടെ ചിലപ്പോൾ പലതും കയറി കൂടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ആപ്പ് ഡിലീറ്റ് ചെയ്താൽ പോലും ഇത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഇതിനെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ടിക്ക് മാർക്കില്ലേ, ചെക്ക് ബോക്സ്, ആ ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ ആപ്ലിക്കേഷൻസിന്റെ അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് തൊട്ടടുത്തൊരു ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതല്ല നമുക്ക് വേണ്ടത്, മാറിപ്പോകരുത്. നമുക്ക് ആ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷനുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. എങ്കിൽ നമുക്ക് വളരെയധികം സേഫ് ആണ്. കാരണം ഇതൊക്കെ നമ്മൾ മുൻപ് ഒഴിവാക്കിയ സാധനങ്ങളാണ്. അതിന്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ പ്രശ്നമാണ്. ചില സമയത്ത് ചെറിയ ഡാറ്റ പോലും നമുക്ക് അതൊന്ന് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ചില രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ചില ഡാറ്റ സേവിങ്സിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അടിപൊളി ഒരു ഓപ്ഷനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലേ സ്റ്റോർ തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തത് നിർബന്ധമായും ചെയ്തു വെക്കേണ്ട കാര്യമാണ്. നമുക്ക് ആ മുകളിലുള്ള ആ ഒരു പ്രൊഫൈൽ ഐക്കൺ ഇല്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്ത് വെച്ചില്ലേ നിർബന്ധമായും ചെയ്തു വെക്കുക. അവിടെ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ പ്ലേ പ്രൊട്ടക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഫോൺ പ്രൊട്ടക്ഷനിലല്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഏറ്റവും മുകളിലുള്ള ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, ഒരു ഗിയർ ഐക്കണിന്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ, ആ ഗിയർ ഐക്കണിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ 2 എണ്ണം കാണിക്കുന്നുണ്ട്. ഇതെന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ കൂടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അത് സ്കാൻ ചെയ്ത് പരിഹരിച്ചോളും. പിന്നെ അതിന്റെ താഴെ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണ്, ഗൂഗിളിൽ അയച്ചു കൊടുത്തിട്ട് അവർ പരിഹരിക്കുന്ന പറയുന്നുണ്ട്. ഇത് രണ്ടും അടിപൊളി ഒരു ഓപ്ഷനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും ഓൺ ചെയ്യുക. പക്ഷേ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ചെയ്യേണ്ട, ഓഫ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ചിലപ്പോൾ ഗൂഗിളിൽ നമുക്ക് നമ്മുടെ ഡാറ്റകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഓഫ് ചെയ്യുക. മുകളിലുള്ള എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും മുകളിലുള്ളത് ഇവിടെ നമുക്ക് ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, ആ ടേൺ ഓൺ കൊടുത്തിട്ട് ആ മുകളിലുള്ളത് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫോണിലെ ആപ്സ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണോ, ഹാക്ക് ചെയ്യുന്ന ആളുകളാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ
ഇവിടെ കണ്ടില്ലേ 150 സംതിങ് ആപ്പുകൾ ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് സ്കാൻ എന്ന് കൊടുക്കുക. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നക്കാരനായിട്ടുള്ള ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് സ്കാനിൽ കാണിക്കും. ഇവിടെ നമുക്കിപ്പോൾ എന്താ കാണിക്കുന്നത്, ഇത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ഇതിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഉണ്ടെന്നുള്ളത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത്.